നമ്മുടെ പല്ല്, നമ്മുടെ വായ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. ഈ സാധനം നമ്മൾ എല്ലാ ദിവസവും 2 നേരം, ഏറ്റവും ചുരുങ്ങിയതാണ് ഞാൻ പറയുന്നത്, 2 നേരം നമ്മൾ വൃത്തിയാക്കുന്നു. ഇത് നമ്മൾ വൃത്തിയാക്കുന്നത് പിന്നെ മലിന വസ്തു കൊണ്ട് വൃത്തിയാക്കണോ അതോ നല്ല വസ്തു കൊണ്ട് വൃത്തിയാക്കണോ? നമ്മുടെ ശരീരത്തോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉൽപ്പന്നമായ ഈ സാധനം കൊണ്ടാണ് നമ്മൾ വൃത്തിയാക്കേണ്ടത്. ഇത് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്, നമ്മുടെ മക്കളുടെ ശരീരത്തിന് ആവശ്യമാണ്, നമ്മളുടെ കുടുംബത്തിന് ആവശ്യമാണ്, നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ്. അപ്പൊ ചിലവര് പറയും ഇതില് കുറെ റൈറ്റ് അധികം ഉണ്ടല്ലോ എന്ന്. റൈറ്റ് അധികമല്ല. നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോകുമ്പോ പല്ലുവേദനയാണെന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് പോകുമ്പോ ഡോക്ടർ ഫീസ് 200 കൊടുക്കണ്ടേ? ഇനി അതിലും പിന്നെ ഇനി അതെല്ലാം മരുന്ന് വേറെ കൊടുക്കണ്ടേ? ഇനി ഫ്രീ കിട്ടുന്ന മരുന്നാണെന്ന് വിചാരിച്ചോളി, അപ്പോൾ നമ്മളെ ശരീരത്തെ കേടെടുത്തല്ലേ? ലോകത്ത് മുഴുവനും നിരോധിച്ച സാധനമാണ് നമ്മുടെ എന്ത് മോള് എന്നാ പറയാ, നമ്മുടെ എല്ലാരെയും ഒരു മോളില്ലേ, പാരാസിറ്റാമോള് അല്ലേ? ആ മോള് ലോകത്ത് മുഴുവൻ നിരോധിച്ച മോളാണ്. ആ മോളെയാണ് നമ്മൾ ആദ്യമായിട്ട് കഴിക്കുന്നത്. അപ്പൊ നമുക്ക് പല്ലുവേദന വന്നാൽ ഡോക്ടർ എഴുതുന്ന മോള് ഏതാ? നമുക്ക് പറ്റാത്ത മോളെയാണ് എഴുതുന്നത്. അപ്പൊ ആ മോളെ നമ്മൾ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. അപ്പൊ ഈ മോള് നമ്മുടെ കിഡ്നി കേടെടുത്തുണ്ട്. അപ്പൊ നമുക്ക് ഹാനികരമായ സാധനം നമ്മുടെ ശരീരത്തിലൂടെ കടത്തി വിടാതിരിക്കാൻ നാമും നമ്മുടെ കുടുംബവും നമ്മുടെ കുട്ടികളൊക്കെ ഉപയോഗിക്കേണ്ട സാധനം നമ്മുടെ ഹെർബൽ പേസ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഹെർബൽ പേസ്റ്റിനെ എല്ലാവർക്കും കൊടുക്കുക. എല്ലാവരും, നമ്മുടെ സമൂഹം നന്നാവട്ടെ, നമ്മളെ കുടുംബം നന്നാവട്ടെ, നമ്മളെ വീട് നന്നാവട്ടെ, നമ്മളെ ഇഷ്ടജനങ്ങളെല്ലാം നന്നാവട്ടെ. ഇതിനാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. നമുക്ക് സ്വയം മാത്രം നന്നാവണമെന്നുള്ള ചിന്ത മാറ്റി നമ്മുടെ സമൂഹത്തിന് മൊത്തം എന്ത് ചെയ്യട്ടെ, എല്ലാ ഇന്ത്യക്കാരനും പിന്നെ കടലില്ലാതെ ജീവിക്കേണ്ട ഒരു പിന്നെ രംഗത്തേക്ക് ഇന്ത്യക്കാരൻ വരട്ടെ. അതിനാണ് നമ്മൾ മൈ ലൈഫിൽ പ്രവർത്തിക്കുന്നത്. നമുക്ക് മൈ ലൈഫ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടാണ്, നമുക്ക് ത്യാഗം കൂടുതലാണ്, അല്ലെ പൈസ കൂടുതലാണെന്ന് പറയുന്ന ആള് ഹെൽത്ത് ഓഫീസർ പറയുകയാണെങ്കിൽ ഇത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കേണ്ട സാധനങ്ങളാണ്. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷനിലെ എല്ലാ ആളുകളും പറയുന്നത് നിങ്ങളെ പ്രൊഡക്റ്റ് നന്നു, നിങ്ങളുടെ പ്രൊഡക്റ്റ് ഒന്നിനൊന്ന് മെച്ചാണ്. അപ്പൊ അതെന്ത് ചെയ്യണം? അതെല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം. ഹൃദയത്തിലെ എല്ലാ ആളുകളും ഈ വെൽഹാർട്ട് കഴിക്കണം എന്ന് പറഞ്ഞാല് സാറേ അതിപ്പോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിന്തിച്ചെന്നാല് നമുക്ക് അറ്റാക്ക് ആയിട്ട് നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ അവിടെ ഒരുപാട് കാശാവും. ഇവിടെ നിസ്സാര കാശിന് നമ്മളെ ഹാർട്ട് വരുന്ന അസുഖം തടയല്ലേ? നമ്മളൊന്ന് ചിന്തിച്ചേ. ഇപ്പൊ അടുത്ത് ഞാനൊരു പേപ്പർ കട്ടിങ് കണ്ടു. ഇന്ത്യക്കാര് വലിയേക്കല് കമ്മിയിക്കണെന്ന്. ഇന്ത്യക്കാര് വലിയേക്കല് കമ്മിയായതല്ല അത്. മൈ ലൈഫിന്റെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യക്കാരെല്ലാരും ഉടനീളം വാങ്ങാൻ തുടങ്ങി. അപ്പൊ ബാക്കിയുള്ള കമ്പനിക്കാര് പറഞ്ഞു ഇന്ത്യക്കാര് വലിയേക്കല് കമ്മി ചെയ്തു.